നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ബാംഗ്ലൂർ, മൈസൂർ കോളേജുകളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച കരിയർ ഗൈഡൻസിനും അഡ്മിഷനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ഓറഞ്ച് എഡ്യു വേൾഡ്, സ്റ്റഡി അബ്രോഡ് ആൻഡ് ഇന്ത്യ, പൂക്കോട്ടുംപാടം, നിലമ്പൂർ. വണ്ടൂരിൽ 6ാം തവണയും AP അനിൽകുമാർ വിജയിച്ചു കയറിയത് മണ്ഡല ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടി. 47,937 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇടതുപക്ഷത്തിലെ ഡോക്ടർ KK ദാമോദരനെ ഇത്തവണ തറ പറ്റിച്ചത്. ചരിത്ര ഭൂരിപക്ഷം നേടിയതിനൊപ്പം മന്ത്രി പദവിയും ഉറപ്പെന്ന ആഹ്ലാദത്തിലാണ് മണ്ഡലത്തിലെ UDF പ്രവർത്തകർ. മണ്ഡലത്തിലെ ഇതുവരെയുള്ള ഏറ്റവും വലിയ ഭൂരിപക്ഷമാണിത്. 2011 ലഭിച്ച 28,919 വോട്ടാണ് ഇതിനു മുൻപുള്ള ഏറ്റവും വലിയ ഭൂരിപക്ഷം. തൃത്താലയിൽ കന്നി മത്സരത്തിൽ പരാജയപ്പെട്ട് 2001 വണ്ടൂരിലെത്തിയ അനിൽകുമാറിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ശക്തമായ ഇടത് തരംഗം ആഞ്ഞടിച്ച് 2016 2021 വ്യക്തമായ ഭൂരിപക്ഷം നേടിയാണ് വണ്ടൂർ UDF നിലനിർത്തിയിരുന്നത്. 2021 15,563 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും വ്യക്തമായ മേൽക്കൈ നേടി 19 റൌണ്ടിലും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ അനിൽകുമാറിനായി. LDFന് മുൻതൂക്കമുള്ള തിരുവാലി, മമ്പാട് പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന ആദ്യ റൌണ്ടുകളിൽ തന്നെ 10,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം നേടാനായത് തരംഗത്തിന്റെ ആദ്യ ലക്ഷണം തന്നെ കാണിച്ചു തന്നു. 10ാം റൌണ്ടിൽ ഭൂരിപക്ഷം 25,000 കടന്നു. ആവർത്തിച്ചുള്ള ജനവിശ്വാസത്തിലൂടെ 6ാം ജയം സ്വന്തമാക്കുമ്പോൾ വണ്ടൂർ വീണ്ടും ഒരു മന്ത്രി മണ്ഡലത്തിലേക്ക് ഉയരുകയാണ്. ഉമ്മൻചാണ്ടിയുടെ ആദ്യ മന്ത്രിസഭയിൽ സാംസ്കാരിക വകുപ്പും പിന്നോക്കക്ഷേമവും കൈകാര്യം ചെയ്തിരുന്ന അനിൽകുമാർ 2ാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വിനോദസഞ്ചാര വകുപ്പ്, പട്ടികജാതി പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നു. KPCC വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ഇദ്ദേഹം ഇത്തവണ മന്ത്രിസഭയിലെ പ്രമുഖൻ കൂടിയാവുമെന്നുറപ്പാണ്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.